അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമസ്കാരം. ആദരണീയരായ വിധികർത്താക്കൾ, മറ്റു എൻ്റെ ശ്രോതാക്കൾ, സാങ്കേതിക വിദ്യയുടെ വിസ്മയ കൊടുമുടിയിൽ വിരാജിക്കുന്ന ഒരു സവിശേഷ കാലഘട്ടമാണ്. എന്നാൽ ആ അത്ഭുതങ്ങൾക്കിടയിൽ മനുഷ്യൻ സ്വന്തം വിവേകം പണയം വെക്കുന്നുണ്ടോ എന്ന് ആത്മപരിശോധന നടത്തേണ്ട ഒരു നിർണായക സന്ധിയിലാണ് നാം. ശാസ്ത്ര പുരോഗതിയുടെ കരിനിഴലിൽ സത്യം എങ്ങനെയാണ് ക്രൂരമായി കൊല ചെയ്യപ്പെടുന്നത് എന്ന് ചൂണ്ടിക്കാണിക്കാനാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. എൻ്റെ വിഷയം ഡീപ് ഫേക്ക്, സത്യം മരിക്കുന്ന കാലം. എൻ്റെ വാക്കുകൾക്ക് നാന്തി കുറിക്കാൻ ലളിതമെങ്കിലും അർത്ഥഗർഭമായ ഒരു വരി ഞാൻ ഓർക്കുകയാണ്. കണ്ണിൽ കപടത നിഴലായി പടരുമ്പോൾ, കണ്ണാടി പോലും നുണകൾ ചൊല്ലുമ്പോൾ നമ്മൾ എവിടെയാണ് തിരയേണ്ടത് നമ്മുടെ സത്യത്തെ? അതേ പ്രിയപ്പെട്ടവരെ, ഒരു കാലത്ത് നമ്മൾ വിശ്വസിച്ചിരുന്നത് കണ്ണുകൊണ്ട് കാണുന്നതാണ് ശാശ്വതമായ സത്യം എന്നാണ്. എന്നാൽ ഇന്ന് സ്വന്തം മിഴികളെപ്പോലും അവിശ്വസിക്കേണ്ടി വരുന്ന ഒരു ഇരുണ്ട യുഗത്തിലേക്ക് നാം ചുവടുവച്ചിരിക്കുന്നു. ഡീപ് ഫേക്ക് എന്ന നിർമ്മിത ബുദ്ധിയുടെ മാന്ത്രിക കൂട്ടിലൂടെ മെനഞ്ഞെടുക്കുന്ന അസത്യങ്ങൾ നമ്മുടെ സ്ക്രീനുകളിൽ ഇന്ന് വന്യമായി താണ്ഡവമാടുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഈ ഡീപ് ഫേക്ക്? അത് മനുഷ്യന്റെ തനതായ ശബ്ദത്തെയും മുഖഭാവങ്ങളെയും നിഷ്കരുണമായി അപഹരിച്ച് കൃത്രിമമായി സൃഷ്ടിക്കുന്ന ഡിജിറ്റൽ മായാരൂപങ്ങളാണ്. ത്രേതായുഗത്തിൽ പൊന്മാന്റെ വേഷം കെട്ടി ചതിക്കാൻ വന്ന മാരീചൻ എന്നൊരു മായാരൂപം ഉണ്ടായിരുന്നു. ആ മാരീചന്റെ ആധുനിക ഡിജിറ്റൽ പതിപ്പാണ് ഡീപ് ഫേക്ക്. ആ മായാരൂപം വലിയൊരു മഹാദുരന്തത്തിലേക്ക് വഴിതെളിച്ചുവെങ്കിൽ ഇന്ന് നിമിഷാർദ്ധത്തിൽ ജന്മമെടുക്കുന്ന ദശലക്ഷക്കണക്കിന് ഡിജിറ്റൽ മാരീചന്മാർ മനുഷ്യകുലത്തിന്റെ നിലനിൽപ്പിനെയാണ് വിഴുങ്ങാൻ ഒരുങ്ങി നിൽക്കുന്നത്. സുഹൃത്തുക്കളെ, ഒരു നിമിഷം നെഞ്ചിൽ കൈവച്ച് ആഴത്തിൽ ആലോചിച്ച് നോക്കൂ. ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് വേളയിൽ ഒരു പ്രമുഖ ജനനേതാവ് പറയാത്ത കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ സ്വന്തം ശബ്ദത്തിലും രൂപത്തിലും നവമാധ്യമങ്ങളിൽ പ്രചരിച്ചാൽ എന്തായിരിക്കും പരിണത ഫലം? സത്യം ചെരുപ്പ് ധരിക്കുമ്പോഴേക്കും ലോകം ചുറ്റുവരുമെന്ന് പഴമക്കാർ പറയാറുണ്ട്. എന്നാൽ ഡീപ് ഫേക്കിന്റെ ഈ കാലത്ത് നുണ പുതിയ സത്യമായി സിംഹാസനസ്ഥനാവും. ഒരു വ്യാജ ദൃശ്യത്തിന് ഒരു ജനപഥത്തെ ഭിന്നിപ്പിക്കാം, ഒരു രാജ്യത്തെ തകർക്കാം. ഇവിടെയാണ് സത്യം വെടിയേറ്റ് വീഴുന്നത്. അതിനേക്കാളെല്ലാം ഭയാനകമായ മറ്റൊരു കാര്യമുണ്ട്. സ്ത്രീകളുടെ ആത്മാഭിമാനത്തെ വെറും ക്ലിക്കുകൾ കൊണ്ട് സൈബർ ലോകത്തെ ചവറ്റുകുട്ടയിലേക്ക് സാങ്കേതിക വിദ്യക്ക് വലിച്ചെറിയാൻ സാധിക്കുന്നത്. സ്വന്തം തന്റെ അനുവാദമില്ലാതെ തന്റെ മുഖവും ശബ്ദവും ദുരുപയോഗം ചെയ്യുമ്പോൾ ആ സ്ക്രീനിൽ കാണുന്നത് ഞാനല്ല എന്ന് ഉറക്കെ വിളിച്ചു പറയാൻ ഒരു പെൺകുട്ടി അനുഭവിക്കുന്ന പ്രാണവേദനയുണ്ടല്ലോ, അതിനേക്കാൾ വലിയൊരു നരകം വേറെ എവിടെയാണുള്ളത്? അർത്ഥത്തിൽ ഞാൻ സാങ്കേതിക വിദ്യയുടെ എതിരാളിയല്ല. യുഗപുരുഷൻ സഹോദരൻ അയ്യപ്പൻ പാടിയതുപോലെ സ്വബുദ്ധി വൈഭവത്തെ താൻ ഉണർത്തി നരജാതിയെ സ്വാതന്ത്ര്യോത്കൃഷ്ടരാക്കുന്ന സയൻസിനെ ഞാനും വണങ്ങുകയാണ്, ഹൃദയപൂർവ്വം വണങ്ങുകയാണ്. പക്ഷേ സാങ്കേതിക വിദ്യ പുരോഗതിയിലേക്ക് പോകുമ്പോൾ യുക്തി, വിവേകം ശുഷ്കിച്ചു പോകുന്നു എന്നതാണ് എൻ്റെ ആശങ്ക. യുക്തിയുടെയും വിവേകത്തിന്റെയും മൂന്നാം കണ്ണ് നിർമ്മിക്കുക എന്നതാണ് നാം ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഡീപ് ഫേക്കിന്റെ മറ്റൊരു തലമുണ്ട്. അതായത് ഒരു കുറ്റവാളി കോടതിയിൽ ചെന്ന് തന്റെ യഥാർത്ഥ വീഡിയോ കണ്ടിട്ട് പോലും അത് ഡീപ് ഫേക്ക് ആണ്, അത് എന്റെ യഥാർത്ഥ വീഡിയോ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാൻ കഴിയുന്ന അതിഭീകരമായ ഒരു സാഹചര്യം ഒന്നും ആലോചിച്ച് നോക്കൂ സുഹൃത്തുക്കൾ. എത്ര ഭയാനകമാണ്.
വിവേകമില്ലാത്ത വിജ്ഞാനം ഭസ്മാസുരന് ലഭിച്ച വരം പോലെയാണ്. അത് ഒടുവിൽ നമ്മുടെ തലയിൽ തന്നെ നമ്മൾ തൊട്ടുകൊണ്ട് നാം ഭസ്മമായിത്തീരും, വെണ്ണീറായിത്തീരും. അതുകൊണ്ട് തന്നെ വിവേകത്തിൻ്റെയും യുക്തിയുടെയും മൂന്നാം കണ്ണ് നമുക്ക് ഉണ്ടാകണം എന്നുള്ളത് ഒരു നിർബന്ധമായ ഒരു കാര്യമാണ്. വരും തലമുറകൾ നമ്മോട് ചോദിക്കും, സത്യം അസത്യത്താൽ മൂടപ്പെട്ട കാലത്ത്, അസത്യത്തിന്റെ കൊടുങ്കാറ്റ് വീശിയ കാലത്ത് നീയൊക്കെ എവിടെയായിരുന്നു എന്ന് വരും തലമുറകൾ ചോദിക്കുമ്പോൾ ഒരു പ്രശ്നവുമില്ലാതെ, ഒരു ആടിയുലയലുകളുമില്ലാതെ സത്യത്തോടൊപ്പം ഞാനും എന്റെ സമൂഹവും ഉണ്ടായിരുന്നു എന്ന് പറയാനുള്ള ഒരു ആത്മധൈര്യം, സ്ഥൈര്യം, ഊർജം നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അസത്യത്തിന്റെ താഴ്വരങ്ങളിൽ നിന്നും സത്യത്തിന്റെ സൂര്യ തേജസ്സിലേക്ക് നമുക്ക് ഉയരാൻ നമുക്ക് സാധിക്കണം. അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യകുലമാണ് നശിക്കാൻ പോകുന്നത്. ആ ഒരു കാര്യമാണ് നമുക്ക് ഉണ്ടാകേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് സത്യം വിജയിക്കും. ഉപനിഷത്തുകൾ നമ്മെ പഠിപ്പിച്ചതുപോലെ അസതോമാ സദ്ഗമയ എന്നാണ്. സത്യത്തെയാണ് നാം തിരയേണ്ടത് എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.